സക്കാത്ത് ടാക്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? GCCയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിന് കൂടുതൽ തന്നെ സൗദിയിലായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യാനായിരിക്കും. നിങ്ങൾക്കറിയാം സക്കാത്ത് ടാക്സ് ഏറ്റവും കൂടുതൽ എൻഫോഴ്സ് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. അപ്പം നിങ്ങൾക്ക് കോർപ്പറേറ്റ് ടാക്സ് മാത്രമല്ല, കോർപ്പറേറ്റ് ടാക്സും വാറ്റും മാത്രമല്ല, സക്കാത്ത് ടാക്സും അറിഞ്ഞിരിക്കണം. സക്കാത്ത് ടാക്സ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ബേസ്ഡ് ടാക്സ് സിസ്റ്റമാണ്, അറിയാമല്ലോ. അപ്പം നമ്മുടെ ഇസ്ലാംസിൻ്റെ 5 പില്ലേഴ്സ് ഓഫ് ബിസിനസ്സിനകത്ത് 5 പില്ലേഴ്സിനകത്ത് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു പില്ലറാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. ഇതൊരു റിലീജിയസ് ബേസ്ഡ് ടാക്സ് സിസ്റ്റം ആണെങ്കിലും സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ അവരുടെ സ്റ്റേറ്റ് ഇൻകം വരുമാനത്തിൽ വരുന്ന ഇൻകം ഇതാണ് സക്കാത്ത് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് റിലീജിയസ് ബേസ്ഡ് ആണ്. പിന്നെ വേറൊരു കാര്യം കൂടെ അറിയുമ്പോൾ സക്കാത്ത് ടാക്സ് സാറേ നമ്മൾ ഈ മലയാളികൾക്ക് അല്ലെങ്കിൽ ഒരു ഫോറിനേഴ്സ് സക്കാത്ത് ടാക്സ് ബാധകമല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ സക്കാത്ത് ടാക്സ് അവിടെ സൗദി അറേബ്യ ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്ന രീതി 100% ഓണർഷിപ്പ് കൊടുത്തു വരുന്നതേ ഉള്ളൂ. അത് 100% ഓണർഷിപ്പ് ആണെങ്കിൽ നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് ആയിരിക്കും ബാധകം. സക്കാത്ത് ടാക്സ് ബാധകമായിട്ടുള്ളത് അവിടുത്തെ സൗദി ആൾക്കാർക്കും GCC നേഷൻസിൽ സൗദി ബിസിനസ് നടത്തുന്നവർക്കും വേണ്ടി മാത്രമാണ് സക്കാത്ത് ടാക്സ് ബാധകമായിട്ടുള്ളത്. അപ്പം ഈ സക്കാത്ത് ടാക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ മിക്കവാറും സൗദിയിൽ ഒരു ബിസിനസ് നടത്തുന്ന ഫോറിനേഴ്സ് എന്തായിരിക്കും ചെയ്യുക? അതൊരു മിക്സഡ് ഓണർഷിപ്പ് ആയിരിക്കും ചെയ്യുക. അപ്പം മിക്സഡ് ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സൗദി നേഷൻസും ഉണ്ടായിരിക്കും, അവിടെ ഒരു ഫോറിൻ നേഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്ത് ബാധകമാകും? കോർപ്പറേറ്റ് ടാക്സും ബാധകമാകും, സക്കാത്ത് ടാക്സും ബാധകമാകും. സക്കാത്ത് ടാക്സ് റിലീജിയസ് ബേസ്ഡ് ടാക്സ് ആണെങ്കിലും അത് അറിഞ്ഞു വെച്ചാൽ മാത്രമേ സൗദിയിൽ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് സക്കാത്ത് ടാക്സിനെ കുറിച്ച് നോക്കാം. പ്രധാനമായിട്ടും നോക്കുന്നത് സക്കാത്ത് ടാക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിനകത്തുള്ള 3 ഐറ്റംസ് എന്തൊക്കെയാണ്? 3 ഐറ്റംസ് പ്രധാനമായിട്ടും സക്കാത്ത് ടാക്സിൻ്റെ കാൽക്കുലേഷനിൽ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്താണെന്ന് അറിയാലോ? കറണ്ട് അസറ്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പിന്നെ ഇൻവെൻട്രി, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ബിൽസ് റിസീവേഴ്സ്. ഇത് 3 ആഡ് ചെയ്യണം. അപ്പം കറണ്ട് അസറ്റിനകത്ത് വരുന്ന ഈ 3 ഐറ്റംസ് പ്ലസ് അടുത്ത എന്തായിരിക്കും? പ്ലസ് അല്ല, ഇനി നമ്മൾ അതിന് നെഗറ്റീവ് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യേണ്ടത് ലോങ് ടേം ലയബിലിറ്റി ആണ്. ലോങ് ടേം ലയബിലിറ്റീസ് ഇതിൻ്റെ കൂടെ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ ലോങ് ടേം ലയബിലിറ്റി ആയിട്ടുള്ള ലോങ് ടേം ലോൺസ്, ലോങ് ടേംസ് ക്രെഡിറ്റേഴ്സ്, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനടുത്ത് മൈനസ് ചെയ്ത ശേഷം നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൽ നിന്നും നമുക്ക് എന്താ ആഡ് ചെയ്യണം? റിസർവ്സ് ആൻഡ് സർപ്ലസ്. എന്താ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്താണെന്ന് അറിയാലോ? അതൊരു പാർട്ട് ഓഫ് പ്രോഫിറ്റ് തന്നെയാണ്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റിസർവ്സും നമ്മുടെ ആ വർഷത്തെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്കൊരു എമൗണ്ട് കിട്ടും. അത് നമ്മൾ നെറ്റ് വെർത്ത് എന്ന് പറയും. ആ നെറ്റ് വെർത്ത് എടുക്കുക. ആ നെറ്റ് വെർത്തിൻ്റെ 2.5% ആയിരിക്കും നമുക്ക് സക്കാത്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത് പറഞ്ഞു പോകുമ്പോൾ ഇത്രയേ ഉള്ളെങ്കിലും നമ്മൾ പ്രാക്ടിക്കൽ സെൻസിൽ വരുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ വലിയ കൂടുതലാണ്. ഇപ്പം കറണ്ട് അസറ്റ് എടുക്കുമ്പോൾ, ലോങ് ടൈം അസറ്റ് ലയബിലിറ്റി എടുക്കുമ്പോൾ, റിസർവ്സ് എടുക്കുമ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ 10-ലധികം കൂടുതൽ റിസർവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. 2.5% അറിഞ്ഞിരിക്കണം. ഇത് എവിടെയാണ് ഫയൽ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയാണ് എനിക്ക് സക്കാത്ത് ടാക്സിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്കിത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്ത ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.